പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ എന്നിട്ട് ഇങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥ വന്നാൽ ഹൗ ടു പ്രേ, വാട്ട് ടു പ്രേ, എന്താണ് ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറാനുള്ള പ്രാർത്ഥന എന്താണ് എന്ന് തനിക്കറിയാൻ പാടില്ലെന്ന് പറയുന്ന പൗലോസ് അപ്പോസ്തലൻ ആരാണ് ആശ്രയം വെക്കണം നോക്കിക്കേ. നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നമ്മൾ യേശു മാധ്യസ്ഥനാണെന്ന് നമുക്കറിയാം, ഏക മാധ്യസ്ഥൻ. പക്ഷേ യേശുവിൻ്റെ കൂടെ ത്രിത്വിക ദൈവം നമുക്ക് വേണ്ടി മാധ്യസ്ഥനാകും. ഇതെപ്പോഴാണ്? ജാഗ്രത ഉണ്ടാകുമ്പോൾ, നമ്മുടെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച്. ഞാനെന്താ ഈ പറയണമെന്ന് കാര്യം, ഈ സമയത്ത് ഈ മനുഷ്യൻ പോലീസിൻ്റെ കയ്യിൽ അകപ്പെട്ട് ജയിലിലേക്ക് പോകാൻ പോകുന്ന ഈ മനുഷ്യൻ ജീവിതം പൊട്ടിഞ്ഞു പോകാൻ ഈ മനുഷ്യന് 14ാം നിലയിൽ വെച്ച് ഞാൻ എന്ത് പ്രാർത്ഥനയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രാർത്ഥന പറഞ്ഞു തന്നു. ഈശോയുടെ ഇരിപ്പുണ്ട്. അതാണ് ഈ പ്രശ്നം. നമ്മൾ സദാ പ്രാർത്ഥന നിലെന്ന് പറയത്തില്ലേ, ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴല്ല നമുക്ക് ഉണ്ടാകേണ്ടത്. നമ്മൾ കർത്താവുമായിട്ട് പ്രേയർഫുള്ളോയിലാണെങ്കിൽ, സദാ പ്രാർത്ഥനയിലാണെങ്കിൽ, ഒരു ഇഷ്യൂ വരണ സമയത്ത് നമ്മൾ പോലും അറിയാതെ ദൈവം നമ്മളിലേക്ക് അഭിഷേകം തരും. ഞാൻ ഈ മനുഷ്യനൊരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ജീസസ് ചേഞ്ച് ദ ഹാർട്ട്. ഇപ്പോൾ പറഞ്ഞതാണ്. എനിക്ക് ഇങ്ങനൊരു പ്രാർത്ഥന ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ജീസസ് ചേഞ്ച് ദ ഹാർട്ട്. എന്താണ്? കർത്താവേ, ആ മനുഷ്യൻ്റെ ഹൃദയത്തെ മാറ്റണമേ. കാര്യം എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു വിഷയമാണ്, നമ്മൾ എന്ത് അനുഭവിച്ചാലും അനുഭവിക്കണത് എവിടെയാണ്? ഹാർട്ടിലാണ്, അല്ലേ? നമ്മൾ എന്തനുഭവിച്ചു, സങ്കടമാണെങ്കിലും നമ്മുടെ ഹൃദയത്തിനാണത് വരണത്. സന്തോഷമാണെങ്കിലും അനുഭവിക്കണത് എവിടെയാണ്? ഹൃദയത്തിനാണ്. അപ്പോൾ ഹൃദയം എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു ഫോക്കൽ പോയിൻ്റാണ്. നമ്മുടെ കാലും തലയും തലച്ചോറും ഒന്നും പ്രാർത്ഥനയുടെ ഫോക്കൽ പോയിൻ്റ് അല്ല. പക്ഷെ ഹൃദയം പ്രാർത്ഥനയുടെ ഒരു ഫോക്കൽ പോയിൻ്റാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി എപ്പോഴും ഹൃദയത്തെ എപ്പോഴും ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ, ഈ പല പ്രാർത്ഥനകൾക്കും വ്യക്തമായ ഉത്തരം നമുക്ക് ലഭിച്ചിട്ടും നമുക്കത് മനസ്സിലാകാത്തവൻ്റെ കാരണം ഹൃദയം വേറെ ആരുടെയോ തടവറയിലാകുന്നത് കൊണ്ടാണ്. ഇപ്പം നമ്മളൊരാളെ മൊബൈലിൽ വിളിക്കുന്നു, ഹലോ. പക്ഷേ നമ്മൾ ഇപ്പം തിരിച്ച് ഹലോ കേൾക്കുമ്പോൾ, അയ്യോ ഇത് ജോസിൻ്റെ സ്വരം അല്ലല്ലോ. എടാ നീ ജോസല്ലേ? അപ്പം മിണ്ടത്തില്ല. പിന്നെ നമ്മൾ ഹലോ അപ്പോഴും ഇത് ജോസല്ലല്ല. നമ്മൾ ജോസിനെ വിളിച്ചത്, പക്ഷേ അയാളുടെ മൊബൈൽ വേറെ ആരുടെ കയ്യിലാണ്. സംഭവം ഇതാണ്. അപ്പം ഞാൻ ചില സ്ഥലം MLA-മാരെയൊക്കെ വിളിക്കുമ്പോൾ MLA-മാരൊന്നും എടുക്കത്തില്ല. അവർ വല്ല പ്രസംഗത്തിലുമായിരിക്കും. ആ മൊബൈൽ അവരുടെ ഡ്രൈവറിൻ്റെ കയ്യിലുമായിരിക്കും ഇരിക്കുന്നത്. അവരോടൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതുപോലെ ഹാർട്ടിന് സംഭവിക്കും. നമ്മളുടെ ഹാർട്ട് വേറെ ആരുടെയെങ്കിലും കയ്യിലായിരിക്കും. അപ്പോൾ ദൈവത്തിനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു വലിയ വിഷയമാണ്, സീരിയസ് വിഷയമാണ്. എന്നിട്ട് ഇതിന് പൗലോസ് പറയണത് ഹാർട്ടിന് എപ്പോഴും ഒരു വാച്ചർ വേണമെന്ന് പറയും. ഹാർട്ടിനൊരു വാച്ചർ വേണം. അത് അടിച്ചു മാറ്റാതിരിക്കാൻ വേണ്ടി, നമ്മുടെ ഹൃദയമേ അടിച്ചു മാറ്റാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രതയാൽ നിങ്ങളുടെ ഹൃദയം അന്ധമാകുകയും ആ ദിവസം ഒരു കെണി പോലെ വന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ കെണികൾ വീഴാൻ സാധ്യതയുള്ള എവിടെയാണ്? ഹാർട്ടിലാണ് ഇത് വരണത്. എല്ലാ കെണികളും അനുഭവിക്കുന്നത് എവിടെയാണ്? ഹാർട്ടിലാണ്. അതുകൊണ്ട് എപ്പോഴും പൗലോസ് പറയും, എപ്പോഴും സന്തോഷത്തിലിരിക്കുക, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യവും കൃതജ്ഞ പ്രകാശിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും ചിന്തയെയും കർത്താവായ യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഇങ്ങനെ വാച്ചറാണ്. ഹൃദയത്തിന് പ്രശ്നമുണ്ട്. കർത്താവായ യേശു, അതാണ് നമ്മൾ വായിക്കുന്നത്. ഹൃദയത്തിന് എപ്പോഴും, ഇപ്പോൾ ഫിലിപ്പിയർ 4:6-7 വചനം വരെ ഇതങ്ങനെ ഈ വചനം തന്നെയാണ്. അപ്പോൾ ഹൃദയത്തിന് കാവൽ വേണം. ഇപ്പം ഞാൻ ചിലതൊക്കെ പ്രണയം തെറ്റാണോ അച്ഛനൊക്കെ എന്നോട് ചില പെൺപിള്ളേർ വന്നിവിടെ ചോദിക്കും, ഇവിടെ ആൾക്കാരെ അച്ഛനെ കാണാൻ പറ്റുന്ന കാലത്ത്.
ഇപ്പം ഞാൻ ചിരിച്ചു കളയും. എന്താ കാര്യം എന്നറിയാം? ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം പ്രെയർ ലൈഫ് പോകുന്നുള്ളതാണ്. മറ്റത് പിന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും സംഭവം കാര്യം ഈ നമ്മളുടെ ഹാർട്ട് നമ്മളുടെ കപിതാവിൻ്റെ കയ്യിലായിരിക്കും എപ്പോഴും. വലിയ പരിപാടിയാണത്. നിങ്ങളുടെ പല പ്രാർത്ഥനകൾക്കും ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം നിങ്ങളുടെ ഹൃദയം തടവറയിലായതുകൊണ്ടാണ്. ഇപ്പം അത് ജോലിയെ സംബന്ധമായ കാര്യമായാലും ശരി, ഒരു സ്ഥലം വിൽക്കുകയോ വാങ്ങുന്ന കാര്യമായാലും ശരി, ഹാർട്ട് തടവറയിലേ പോകും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെക്കാൾ ഉപരി വേറെ ആരെ സ്നേഹിച്ചാലും എനിക്ക് യോഗ്യനല്ലെന്നല്ല ഈശോ പറയണത്. കാര്യം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, കർത്താവിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതുപോലെ ഹാർട്ടൊരു പ്രശ്നമാണ്. കാര്യം ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതും അത് ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് കേന്ദ്രം ഹാർട്ടിലാണ്. അതുകൊണ്ടാണ് ഇത് സംരക്ഷിക്കപ്പെടണമെന്ന് പറയുന്നതിൻ്റെ കാരണം. ഇപ്പം ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പെട്ടെന്ന് തന്നത് ജീസസ് ചേഞ്ച് ദ ഹാർട്ട് എന്ന് പറഞ്ഞു. എന്താണ്? ഈ CBI റെയ്ഡിൽ പിടിക്കാൻ പോകുന്ന ആളിൻ്റെ ഹാർട്ട് ചേഞ്ച് ചെയ്യാനാണ് പ്രാർത്ഥന. അങ്ങനെ ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥനാ പുസ്തകത്തിൽ ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. പലർക്കും മക്കളില്ലാത്തവർക്കും മക്കളുണ്ടാകാൻ വേണ്ടിയുള്ള ബന്ധപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളിത് അവരുടെ പുസ്തകത്തിൽ ഇല്ല. കൗൺസിൽ ചെയ്യാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുക പ്രാർത്ഥന. ബന്ധപ്പെടുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയുണ്ട്. പക്ഷേ കാര്യം മനുഷ്യൻ്റെ ജീവിതം ദൈവമായിട്ടുള്ള എല്ലാം ദൈവികമാണ്, ദൈവികമല്ലാത്ത ഒന്നുമില്ല. അപ്പോൾ അതാത് കാലങ്ങളിലൊക്കെ വിശ്വാസ ജീവിതം ജീവിച്ച ആൾക്കാരുണ്ട്. ഇപ്പോൾ തോബിയാസ് പോലും ജീവിത പങ്കാളിയുമായിട്ട് ഐക്യപ്പെടുന്ന മുമ്പുള്ള പ്രാർത്ഥനയില്ല കളയാ. അവർ രണ്ടുപേർക്കും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ ആ വിഷയം എന്താണ്? പ്രാർത്ഥനയുടെ സബ്ജക്റ്റാണത്. ബൈബിൾ അതിസുന്ദരമാണ് വിഷയങ്ങളിൽ. പക്ഷേ ഇങ്ങനെയുള്ള ഇത്രയും പ്രാർത്ഥന ഉണ്ടെങ്കിലും എനിക്ക് ഈ CBI റെയ്ഡ് ചെയ്യാൻ പോകുന്ന മനുഷ്യനെ എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ട പ്രാർത്ഥന എൻ്റെ മനസ്സിലില്ല. പക്ഷേ എനിക്ക് കർത്താവ് ഒരു പ്രാർത്ഥന തന്നു. എന്താണ്? ജീസസ് ചേഞ്ച് ദ ഹാർട്ട്. ഞാനോട് ഈ മനുഷ്യനകപ്പെട്ട് പോകുന്നു വിചാരിച്ചു. പക്ഷേ 11 മണിയായപ്പോൾ ഈ മനുഷ്യൻ രാവിലെ എന്നെ വിളിച്ചു. ഇത് രാത്രിയും സംഭവം നടക്കണത്. രാവിലെ എന്നെ വിളിച്ചു. എന്നിട്ട് ആദ്യം പറഞ്ഞത് എന്താണെന്നറിയാമോ? അച്ഛനോട് ഞാൻ ഈ വിഷയം പറഞ്ഞതിന് ശേഷം എൻ്റെ ഹൃദയം അങ്ങോട്ട് മാറിപ്പോയെന്ന്. അപ്പോഴൊന്ന് ചിന്തിക്കണം. ഇപ്പോൾ ഈശോ ഇവിടെ ഇരിക്കുന്നുണ്ട്, എൻ്റെ ഇടത് ഭാഗത്ത് അമ്മയുണ്ട്. ഞാൻ പറയുന്നതിൽ ഒരു ശ്വാസം പോലും ഡീവിയേഷൻ ഇല്ലാത്ത കാര്യമാണ്. ഞാൻ ഫോൺ കട്ട് ചെയ്തതിന് ശേഷമാണ് കർത്താവിനോട് ഞാൻ പറഞ്ഞത് ജീസസ് ചേഞ്ച് ദ ഹാർട്ട് എന്ന്. ഫോൺ കട്ട് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ട്. ആ മനുഷ്യൻ കേട്ടിട്ടില്ല. പക്ഷെ പിറ്റേ ദിവസം എന്നോട് പറയണ ഏതാണ്? അച്ഛനോട് സംസാരിച്ചതിന് ശേഷം എൻ്റെ ഹാർട്ട് ചേഞ്ചായിപ്പോയെന്ന്. ഞാൻ പറഞ്ഞു, ഈശോ, എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത അനുഭവങ്ങളിലൊന്നാണിത്. അതായത് നമ്മളുടെ കാര്യം എല്ലാത്തിനും ഉത്തരം നിങ്ങൾക്കറിയണോ? CBI അതിനുശേഷം കേസായി. അയാളെ പിടിച്ചില്ല, പക്ഷെ കേസായി. എത്രയോ സിറ്റിങ്സ് കഴിഞ്ഞോ. വീടുകളിൽ റെയ്ഡിങ് ചെയ്തു, പക്ഷെ അറസ്റ്റായില്ല. അപ്പോഴും അറസ്റ്റായില്ല. കേസ് കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ പല പ്രാവശ്യം CBI വിളിപ്പിക്കുമ്പോഴൊക്കെ പരിശുദ്ധ അമ്മ കൂടെ നിന്നിട്ട് ഈ ആവശ്യപ്പെടുന്ന ഓരോ പേപ്പർ, ഇയാൾക്ക് പോലും അറിവില്ലാത്ത മറന്നുപോയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സ് ഓർപ്പിച്ച് എടുത്തെടുത്ത് കൊടുത്തു. ആ കേസുണ്ടായിരുന്ന 10 പേര് അകത്താകുമ്പോഴും ഇയാൾ അകത്താ നിൽക്കുകയാണ്. നമ്മൾ ഇന്ന് നിങ്ങളോട് അപ്പോൾ CBI മനുഷ്യനെ വെറുതെ വിട്ടു. എന്നാൽ ചിന്തിച്ച് എനിക്കൊരു കേസ് വേണം പോക്ക്. ഇന്ന് നിങ്ങൾ ഇവിടെ ഇടയ്ക്ക് ചൊവ്വാഴ്ചകളിൽ ശുശ്രൂഷ ചെയ്യുന്ന വിജയകുമാറാണ് വിജയകുമാർ. അപ്പം അദ്ദേഹം ഇവിടുത്തെ ശുശ്രൂഷകനാണ്. പക്ഷേ ഒരു ദൈവാനുഭവത്തിൻ്റെ സഞ്ചാരം കണ്ടില്ലേ? ഞാൻ പഠിച്ച ഇതാണ്, ജീസസ് ചേഞ്ച് ദ ഹാർട്ട്. അതെനിക്കറിയാൻ പറ്റാത്തൊരു പ്രാർത്ഥനയാണ്. അതായത് നമ്മൾ എല്ലാം അനുഭവിക്കുന്നത് ഹൃദയത്തിലാണ്. നമ്മൾ പറയും ജപ്തി നടപടി വരല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. കാര്യം എന്താ? ഇനി സഹിച്ച് മതി, ഞാൻ മടുത്ത്, ഇനി ഒന്നും സഹിക്കാനില്ല എന്നല്ലേ നമ്മൾ പറയണത്. പക്ഷേ ആ വിഷയത്തിൻ്റെ അപ്പുറത്ത് ഇതെല്ലാം അനുഭവിക്കണത് എന്താണ്? നമ്മുടെ ഹൃദയമാണ്. ഒന്ന് ശ്രദ്ധിച്ചേ മക്കളെ. യേശുസ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ഞങ്ങളിൽ നിറയണമേ.
ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഇങ്ങനെ ഒരു വിഷയമുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? നൗ ആൻഡ് ദെൻ പ്രാർത്ഥിക്കുകയല്ല, വല്ലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുകയല്ല, എപ്പോഴും പ്രാർത്ഥനയുടെ അരുവിയിലായിരിക്കണം. മനസ്സുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകണമെന്നാണ് ഈ പറയുന്നത്. അല്ലാതെ എപ്പോഴും മുട്ടയിൽ ജപമാല ചെല്ലണമെന്നല്ല പറയണത്. എപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം. ഇപ്പം ഞങ്ങൾ അങ്ങനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ഏത് സമയത്തും കർത്താവിനടുത്ത് കോൺഷ്യസ് ആയിരിക്കും. അത് വലിയൊരു ഭാഗ്യമാണ് മക്കളെ. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ അവസരത്തിന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരാകും. അതാണ് നമുക്ക് അനുഭവം ഇല്ലാത്തതിൻ്റെ കാരണം. അതാണ് കുറവുള്ള കാര്യം. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മളപ്പോൾ വന്ന് ദൈവത്തിന് സന്നിധിപ്പം അങ്ങനെയല്ല. ഇഷ്യൂ ഉണ്ടാകാതിരിക്കുക ചെയ്യത്തട്ടെ. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഏത് ഇഷ്യൂസിൻ്റെ ഉള്ളിലും പ്രാർത്ഥനയുടെ പ്രത്യേകത എങ്ങനെയാണെന്ന് അറിയാമോ? ഇപ്പം അതായത് പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം ഷദ്രാക്ക്, അബ്നഗോർ, അങ്ങനെ കുറേ ആൾക്കാർ നെബൂഖദ്നേസർ രാജാവ് പിടിച്ച് തീക്കൊണ്ടത്തിലിടുന്ന ഒരു സംഭവം ദാനിയേലിൻ്റെ പുസ്തകത്തിലുണ്ട്. അതായത് ഷദ്രാക്കും അബ്നഗോറിനെ പോലെ 3 പേര് പിടിച്ച് തീക്കൊണ്ടത്തിലിടുന്ന. ഈ തീക്കൊണ്ടത്തിലിടുന്ന സമയത്ത് ഈ മനുഷ്യരവിടെ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് കഥയല്ലേ സങ്കല്പമല്ലേ എന്ന് അല്ല, അതൊക്കെ അനുഭവിക്കുമ്പോൾ അത് അറിയത്തുള്ളൂ. ഏത് കുണ്ടത്തിലാകപ്പെടുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. ഇതുപോലെ ഇപ്പോൾ ചിലപ്പോൾ ഇത് ഭർത്താവും ഭാര്യയും കൂടി പിരിയുന്നു, കേസ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ നമ്മൾ തീക്കുണ്ടത്തിൽ വീണ അനുഭവമാണ്. കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ നമുക്ക് ഭയങ്കര സങ്കടവും തീക്കുണ്ടത്തിൽ വീണ അനുഭവമാണത്. ചിലപ്പോൾ നമ്മുടെ വീടിന് ജപ്തി വരണം, അപ്പോഴും നമ്മൾ തീക്കുണ്ടത്തിൽ വീണ അനുഭവമാകും. പിന്നെ ചിലപ്പോൾ നമുക്ക് രോഗങ്ങൾ വന്നിട്ട് ഗുരുതരമായ രോഗങ്ങൾ വരുന്നു, അപ്പോഴും ഇതുപോലെ തീക്കുണ്ടത്തിൽ വീണ അനുഭവങ്ങൾ വീഴും. വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ. ഈ തീക്കുണ്ടത്തിൻ്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കണം പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ. കാര്യം തീക്കുണ്ടത്തിൻ്റെ നടുക്ക് ഉടനെ ബൈബിൾ പറയണത്, അതായത് അവർ മൂവരും, അതായത് ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 28-ാമത്തെ വാക്യം, അവർ മൂവരും ഏകകണ്ഠമായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്തു. അപ്പോൾ യാചനാ പ്രാർത്ഥനയല്ല. അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്തുതി പ്രാർത്ഥനയാണ് വേണ്ടത്. നമ്മൾ അകപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ തീന്ന് രക്ഷിക്കണേ, എൻ്റെ ശരീരം പൊള്ളണേ, കരിയണേ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെക്കൂടി പ്രാർത്ഥിക്കണമല്ല. ഇതാണ് ഒരു വിഷയം. അതായത് ദൈവത്തെ അറിയാവുന്ന മനുഷ്യർ അകപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ വെളിവ് കൊടുക്കും. അത് യാചനാ പ്രാർത്ഥനയല്ല, സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ്. എപ്പോഴും ഓർത്തേക്കണം, രോഗമായാലും നമ്മൾ അകപ്പെട്ടെന്ന് കണ്ടാൽ സ്തുതിക്കണം. കടമായാലും നമ്മൾ അകപ്പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്തുതിക്കണം. വിവാഹം പിരിയാൻ പോകണമെന്ന് അവരുടെ ഇഷ്ടമാണെങ്കിലും അകപ്പെട്ടെന്ന് കണ്ടാൽ നമ്മൾ സ്തുതിക്കണം. കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞായറാഴ്ച വേർഡ് ഓഫ് ഗോഡ് സൺഡേ ആയിരുന്നു, ദൈവവചന ഞായറായിരുന്നു. അപ്പോൾ ദൈവവചന ഞായർ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടിയത് ഈ ദാനിയേലിൻ്റെ പുസ്തകമാണ്. ദാനിയേലിൻ്റെ പുസ്തകം ഞാൻ ഈ 3-ാം അധ്യായം തന്നെയാണ് തുറന്നപ്പോൾ കിട്ടിയത്. ഞാനിങ്ങനെ വായിച്ച് പോയപ്പോഴേ ഈ ആൾക്കാർ, ഈ തീയിലുന്ന അകപ്പെട്ട ആൾക്കാർ, അതിനുശേഷം അവർ സ്തുതിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? അത് കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, പിന്നെ ഹേമന്തത്തിലെ ശൈത്യമേ, ഗ്രീഷ്മത്തിലെ ഉഷ്ണമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. അതാണ് 3:45. ജീവിതാനുഭവങ്ങൾ, ഓരോ ജീവിതാനുഭവങ്ങളും മനുഷ്യനുണ്ടാകുമ്പോഴേ വ്യത്യസ്തങ്ങളായ ജീവിതാനുഭവങ്ങളായിരിക്കും അത്. ആ അനുഭവങ്ങളെ എങ്ങനെ വിശ്വാസം കൈകാര്യം ചെയ്യണത് അവർ പറഞ്ഞിരിക്കണമെന്ന് എനിക്ക് ദാനിയേൽ 3:45 ഹേമന്തത്തിലെ ശൈത്യമേ, ഗ്രീഷ്മത്തിലെ ഉഷ്ണമേ, കർത്താവിനെ വാഴ്ത്തുവിൻ, എന്ന് നീക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. അതായത് ജീവിതത്തിൽ ഹേമന്തം വന്നാലും
ഉഷ്ണം വന്നാലും നമ്മളെന്താ ചെയ്യേണ്ടത്? ദൈവത്തെ ഇപ്പം ഹേമന്തത്തിൻ്റെ ഐസ് കട്ടയൊക്കെ പറയുന്നുണ്ട്. ഐസ് കട്ടയുടെ നമ്മൾ തണുത്ത് പോകുന്ന മരവിച്ച് പോകുന്ന അവസ്ഥയില്ലേ, ആ മരവിച്ച് പോകുന്ന അവസ്ഥയും സ്തുതിപ്പിൻ്റെ കാരണമാണ്. മരവിച്ച് ഇപ്പോൾ താഴെയൊക്കെ പറയുമ്പോൾ മിന്നലുകളെ മേഘങ്ങളെ, മലകളെ കുന്നുകളെ, മഴയെ മഞ്ഞ് എന്നേക്കും കർത്താവിനെ സ്തുതിക്കുവിൻ. അതായത് ഓരോ വിഷയവും ഹിമഗണങ്ങളെ മഞ്ഞുകട്ടകളെ 46 ദാനിയേലിന്റെ പുസ്തകം 3:46 പറയണത് ഹിമഗണങ്ങളെ മഞ്ഞുകട്ടയെ. മഞ്ഞുകട്ടയുടെ അവസ്ഥ അറിയാമല്ലോ, ഉറഞ്ഞു പോണ തണുത്ത് മരവിച്ചു പോണ അവസ്ഥ. ഹൃദയം മരച്ചു പോണ അനുഭവങ്ങളില്ലേ, ഹൃദയം മരച്ചു പോണ ഓരോ അനുഭവങ്ങളും എന്തിനുള്ളതാണ്? കർത്താവിനെ സ്തുതിക്കുക. നിങ്ങൾ ഓർത്തേക്കണം, എന്തെങ്കിലും പ്രയാസത്തിൽ ഞാൻ ചാടിപ്പോയാലേ ഉടനെ ഈ ദാനിയേൽ 3 എടുത്ത് വായിക്കണം. നിങ്ങൾ സാധാരണ വായിക്കുന്നത് സങ്കീർത്തനം 91. സങ്കീർത്തനം 91 ശക്തമാണ് ഈ ദാനിയേൽ 3. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദാനിയേൽ 3:29 മുതലുള്ള എന്താ പ്രശ്നം വെച്ചാൽ ഇത് തീക്കുണ്ടത്ത് വീണിട്ട് ആ തീക്കുണ്ടത്ത് വീണപ്പോൾ എന്നാ സംഭവിക്കണത്? അവർക്ക് ആന്തരിക ആ സാഹചര്യത്തിൻ്റെ മേലും അഭിഷേകം ഉണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതായത് ഒരു സാഹചര്യത്തിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൻ്റെ മേൽ അഭിഷേകം ഉണ്ടാകും. ആ സാഹചര്യം ഇപ്പോൾ തീ പൊള്ളണ സാഹചര്യമാണെങ്കിൽ അതിൻ്റെ പൊള്ളൽ ഏൽക്കാത്ത രീതിയിൽ നമ്മളെ ദൈവം കൊണ്ടു നടക്കും. ഇപ്പം നമ്മൾ ഐസയ 43:2 ഐസയ 43:2 എന്നാ പറയണത്? നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് എൻ്റെ അർത്ഥം. എനിക്ക് 40 വാറ്റ് കേന്ദ്രങ്ങളും 4 നമ്പർ ഷാപ്പുകളും ഉള്ള ഒരു ഇടവകയുടെ സ്വത്താണ്. അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥയാണ് 40 വാറ്റ് കേന്ദ്രം, കള്ളവാറ്റ് കേന്ദ്രങ്ങൾ. അവിടെ ചെന്ന് പെട്ടുള്ള അവസ്ഥ അറിയാമല്ല, അസ്ഥി പോലും കിട്ടത്തില്ല. അതുപോലെ തന്നെ 4 നമ്പർ ഷാപ്പുകൾ, ലൈസൻസുള്ള ഷാപ്പുകൾ. ഇത് കൂടാതെ ജനങ്ങൾ ഒരു അച്ഛൻ അവിടെ ഇരുന്ന് വികാരിച്ചത് ഒരുത്തൻ വന്ന് കസേരക്ക് തലക്കിട്ടടിച്ച് അച്ഛൻ കിഴക്ക് വഴി മേടയുടെ വെയിലും ചാടി ഓടി ബിഷപ്പ് ഹൗസിൽ അഭയം പ്രാപിച്ചു. ഇങ്ങനെ ഒരു സമയത്ത് എന്നെ പിതാവ് ആ ഇടവകയിലോട്ട് വിട്ടു. ഞാനാണെങ്കിൽ ഉറഞ്ഞുപോയി, ഐസ് കട്ടയെപ്പോലെ മരച്ചുപോയി. അപ്പോൾ ഈ മരവിപ്പിൻ്റെ കാര്യം പറയണേ, അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയാണ്. ഞാൻ എന്ത് ചെയ്തറിയോ, ഞാൻ ഈ ട്രാൻസ്ഫർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ 13 ജപമാല വെച്ചൊരു ദിവസം ചൊല്ലി. 13 ജപമാല വെച്ചൊരു ദിവസം. എത്ര ദിവസത്തേക്ക് ചെല്ലിയെന്നറിയാമോ? 10-45 ദിവസം ചൊല്ലി. ട്രാൻസ്ഫറൊന്നും ചേഞ്ച് ആയില്ല, പക്ഷേ എൻ്റെ മനസ്സ് ചേഞ്ചായി. ഇതാണ് വിഷയം. ട്രാൻസ്ഫർ ചേഞ്ച് ആയില്ല, ഞാൻ അങ്ങോട്ട് പോകേണ്ടി വന്നു. പക്ഷേ എൻ്റെ അവിടെ വെച്ച് അവിടുത്തെ ചില ആൾക്കാരെന്നെ തല്ലുകയും ചെയ്ത് ഒരു കാര്യം പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് അപ്പോഴും ഫീൽ ചെയ്തില്ല. എന്താ കാര്യം? ഇതിൻ്റെ അത് വരുന്നൊരു വിഷയം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കറക്റ്റാണെങ്കിൽ ഈ ആന്തരിക അഭിഷേകം ഉണ്ടാകും. ഒരു വിഷയം ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ അതിൻ്റെ വേറൊരു ഭാഗമാണ് അതുണ്ടായിട്ട് അത് നമുക്ക് അനുഭവവേദ്യമാകാതെ വരണത്. അത് ഒരുപക്ഷെ ഒരു വിഷയം ഉണ്ടാകാത്തതിനേക്കാളും വലുതാണ് അത് ഉണ്ടായതിന് ശേഷം നമുക്ക് അനുഭവവേദ്യമല്ലാതായി മാറണത്. അത് ഭയങ്കര സംഭവമാണ്. ഇതുകൊണ്ട് തന്നെയാണ് പൗലോസ് ഈ ദാനിയേൽ പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നത്, അതായത് ഹിമഗണങ്ങളെ മഞ്ഞുകട്ടകളെ കർത്താവിനെ സ്തുതിക്കാൻ. മരവിച്ച അനുഭവം ഉണ്ടായാലും ശരി, തണുത്ത അനുഭവം ഹൃദയം മരവിക്കുന്ന അനുഭവം ഉണ്ടായാലും ശരി, അതെന്തിനു വേണ്ടിയുള്ളതാണ്? കർത്താവിനെ സ്തുതിക്കാനുള്ളതാണ്. അല്ലാതെ കർത്താവിന് പ്രാകാരമല്ല. ഞാൻ ചിലർ പറയുന്നത്, ഞാൻ ഒരു ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ച ഒരു മകനെ ശവപ്പെട്ടി കിടത്തിയിരിക്കുക. അവൻ്റെ അമ്മ അടുത്തിരിപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇടവക വികാരി എന്ന രീതിയിൽ ഞാൻ ചെല്ലുമ്പോൾ എന്നെ കണ്ടത് വലിയമ്മക്ക് മകൻ നഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ എന്നെയും കൂടി കണ്ടപ്പോൾ ദൈവത്തിന് അവർക്ക് പുച്ഛമാണ്. എന്നെയും കൂടി കണ്ടപ്പോൾ ദേവന് ശവം കെടുത്തോണ്ട് പോകാൻ വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ കൂടി നിലവിളിച്ചിട്ട് ഒരു കുരിശ് ആ ശവത്തിൻ്റെ കയ്യെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടാ എത്ര കുരിശിട്ടാണ്ടാ ഞാൻ നിന്നെ കിടത്തിയത് ഉറക്കിയത്, എന്നിട്ട് മകനെ നിന്നെ ഒരു കുരിശും രക്ഷപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞാണ് ഇവർ കാരണത്. ഞാനൊന്നും വേണ്ടിയില്ല, ഞാൻ ശവം എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷെ അതല്ല, ഞാൻ എപ്പോഴും ഓർക്കുവേ കുരിശെങ്ങനെ അവനെ സംരക്ഷിക്കും. അമ്മ കുരിശ് തലേണി വരച്ചിട്ട് കാര്യമില്ലേ. അവൻ്റെ മെയിൻ പരിപാടി എന്ന് പറയണത്, ഞാൻ കുർബാനയുള്ള സമയത്ത് എനിക്ക് മുമ്പുള്ള വികാരം ചെയ്യുന്ന സമയത്തും ഞായറാഴ്ച അവൻ പള്ളി വരും. എന്തിനാണെന്നറിയാമോ? അവനൊരു ഇഷ്ടമുണ്ട്.
ആ പെണ്ണിനെ പള്ളിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി പള്ളിയുടെ അരികും മറയത്ത് നിന്നുകൊണ്ട് ലൈൻ അടിക്കണം അതിൻ്റെ പരിപാടി. പിന്നെ എങ്ങനെയാണ്? നമ്മുടെ കയ്യിരിപ്പം മോശമാണെങ്കിൽ ഏത് കുരിശ തലേണി കയറ്റിയിട്ട് എന്ത് കാര്യം? പ്രൊട്ടക്ഷൻ പോയി. അച്ഛൻ പറഞ്ഞത് വരുന്നതിൻ്റെ കാരണം നമ്മുടെ അഭിഷേകം നമുക്ക് വരുന്നതെന്ന് പറയണത് നമ്മൾ ദൈവത്തിരുസന്നിധിയിൽ കുറച്ച് വിശുദ്ധിയോടെ തന്നെ പെരുമാറേണ്ടി വരും. അല്ലാതെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് സംരക്ഷണം ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രം സംരക്ഷണം ഉണ്ടാകത്തില്ല. ആ പ്രാർത്ഥന ഭരിക്കാൻ പറ്റിയ ഹൃദയാവസ്ഥ കൂടി നമുക്കുണ്ടാവണം. ആ പ്രാർത്ഥന ഭരിക്കാൻ പറ്റിയ ഹൃദയാവസ്ഥ കൂടി. നമുക്കൊരു കാര്യം ഇപ്പം നമ്മൾ ഓരോ വിഷയം, ഇപ്പം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു 46 ദാനിയേൽ 3:46 ഹിമഗണങ്ങളെ മഞ്ഞക്കട്ടകളെ കർത്താവിനെ സ്തുതിക്കുവിൻ. അത് താഴേക്ക് വരുമ്പോൾ മൂടൽ മഞ്ഞ് പൊടിമഞ്ഞ് കർത്താവിനെ സ്തുതിക്കും. മിന്നലുകളെ മേഘങ്ങളെ എല്ലാ അനുഭവങ്ങളും പൊടിമഞ്ഞായാലും അതുപോലെ തന്നെ മൂടൽ മഞ്ഞായാലും ചിലപ്പോൾ ഒന്നും കാണത്തില്ലേ. ഇപ്പം നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ ഇപ്പം ചെന്നുള്ള അവസ്ഥ എന്താ? ഹൈ റേഞ്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 11:30 മണിയാകാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റത്തില്ല. ഞാൻ പല പ്രാവശ്യം പോയപ്പോഴേക്കും സംഭവിച്ചതാണ്. മൂടൽ മഞ്ഞാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റത്തില്ല, കാഴ്ച നഷ്ടപ്പെട്ടിരിക്കും. ഇങ്ങനെ നമ്മൾക്ക് തന്നെ എന്താണൊരു പോംവഴി, എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്, വഴി അറിയാൻ പല നിൽക്കണം മൂടൽ മഞ്ഞ്. അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വഴി അറിയാൻ പറ്റത്തില്ലെങ്കിലും ഈ കടം പരിഹരിക്കാൻ ആരോടാണ് കൈ നീട്ടേണ്ടത് നമുക്കറിയത്തില്ല. മൂടൽ മഞ്ഞാണ്, ഒരു പിടിയില്ല, ഒരെത്തും പിടിയില്ല. ഇപ്പോഴും എന്താ സംഭവിക്കേണ്ടത്? അപ്പോഴും എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവിനെ സ്തുതിക്കുവിൻ. എന്താ പ്രശ്നം? എന്നേക്കും കർത്താവ്, അതായത് എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. അതായത് ബൈബിൾ ഇടക്ക് പറയുന്ന ഒരു സംഭവമാണ്. അതായത് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഇപ്പം ലാറ്റിൻ കുർബാനയിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ആവേശമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ശക്തിയുണ്ട്, പിശാചിന് ശക്തിയുണ്ട്, രോഗത്തിന് ശക്തിയുണ്ട്, നമ്മുടെ നിരാശകൾക്കൊക്കെ അതിൻ്റെ ശക്തിയുണ്ട്. പക്ഷേ എന്നേക്കും ശക്തിയില്ല. എന്നേക്കുമായ ശക്തി ആർക്കാണ്? ദൈവത്തിന് മാത്രം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അപ്പം നമ്മൾ തൽക്കാലത്തേക്ക് കുറച്ച് വിഷമങ്ങൾ അനുഭവിച്ചാലും അവസാനം ദൈവികമായ ശക്തി, നിത്യമായ ശക്തി, എന്നേക്കുമുള്ള ശക്തി നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ ബലക്ഷയങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കാലമുണ്ടാകും. ശ്രുതികട ഹല്ലേലൂയ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഇപ്പോൾ യൂട്യൂബ് കാണുന്നവർ വചനം കണ്ടു, ദാനിയേൽ 2:20. അതായത് ദൈവമേ അങ്ങയുടെ ശക്തി എന്നേക്കുമുള്ളതാകുന്നു എന്ന് ഇപ്പോൾ എഴുതി കാണിച്ചോട് ഞാൻ പറയണം. അങ്ങയുടെ ശക്തി. ഇപ്പം ദൈവത്തിന് ശക്തി, മറ്റു രോഗത്തിന് ശക്തി ഉണ്ടാകാം, പക്ഷേ എന്നേക്കും ശക്തിയില്ല. അതിനെ അതിജീവിച്ചുകൊണ്ട് ദൈവികമായ ശക്തി പ്രബലപ്പെടും. നിൻ്റെ നിരാശയ്ക്കും വ്യസനത്തിനുമൊക്കെ ശക്തി ഉണ്ടാകാം, പക്ഷേ എന്നേക്കും ശക്തിയില്ല. നീ ആശ്രയിക്കുന്ന ദൈവത്തിന് ശക്തി. ഈ ആശ്രയിക്കുന്ന ദൈവത്തിന് ശക്തി എന്ന് പറഞ്ഞപ്പോഴേ അപ്പം ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ രസമുണ്ട്. ഈ ഷദ്രാക്കും അബ്ദനഗോറും ഒക്കെ തീച്ചൂളയിൽ കിടക്കുമ്പോൾ അവിടെ മധ്യത്തിലേക്ക് ദൈവദൂതൻ ഇറങ്ങി വരും. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിൻ്റെ മധ്യത്തിലെന്ന് പറയണത് നമ്മുടെ വേദനകളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണ ദൈവത്തെയാണ് ബൈബിള് വെളിപ്പെടുത്തുന്നത്. നമ്മുടെ വേദനകളുടെ മധ്യത്തിൽ ഇത് എന്നാ പറയണമെന്ന് വെച്ചാൽ ആ സ്ഥലം മുഴുവനും നല്ല തെന്നലാക്കി മാറ്റി, കുളിർക്കാറ്റുള്ള ഈർപ്പമുള്ള കുളിർക്കാറ്റുകൾ കൊണ്ട് അഭിഷേകം ചെയ്ത് ആ സ്ഥലം മുഴുവനും നിൽക്കുന്നിടം. ഇപ്പം എനിക്ക് സംഭവിച്ചതല്ലേ, ഞാൻ അടിവരെ കൊണ്ടെന്ന് പറഞ്ഞു, ആ സ്ഥലത്ത് തന്നെയാണ് പോകേണ്ടി വന്നു. പക്ഷേ എന്താണ്, ദൈവം എനിക്ക് ചുറ്റും അഭിഷേകം ഉണ്ടാക്കി. എൻ്റെ നിരാശയോ
അല്ലെങ്കിൽ വേദനയോ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള ഒരു വിഷമമോ ഇന്നുമില്ല. അങ്ങനെ സംഭവിച്ചൊരു സന്തോഷമാണ് ഇപ്പോഴും തോന്നുന്നത്. അങ്ങനെ സംഭവിച്ചതെങ്കിൽ സന്തോഷം തോന്നുന്നത്. അപ്പോഴേക്ക് ഹൃദയമല്ലേ അനുഭവത്തിൻ്റെ അടിസ്ഥാനം. അഭിഷേകം നമുക്ക് കിട്ടേണ്ടത് എവിടെയാണ്? ഹൃദയത്തിലല്ലേ അഭിഷേകം കിട്ടേണ്ടത്. അപ്പോൾ എൻ്റെ മക്കൾ ഹൃദയത്തിൽ നിന്ന് നെഞ്ചിൽ കൈവച്ച് യൂട്യൂബിൽ എന്നെ കേൾക്കുന്നവരും അവിടെ നെഞ്ചിൽ ഇടതുപത്ത് കൈവച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസപ്രമാണം ചെയ്യും, ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ ചേഞ്ച് ചെയ്യും. എന്ത് അവസ്ഥകളെ അതിജീവിക്കാനുള്ള അഭിഷേകം തരും. കർത്താവെ, ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോ അങ്ങ് പറഞ്ഞു കർത്താവെ ഹൃദയത്തിന് കാവൽ വേണമെന്ന് നിശ്ചയം. ഈശോ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, അങ്ങയുടെ തിരുമുറുപാർന്ന വലതുകരം, അണിപ്രധാന അത്ഭുതകരം നിങ്ങളുടെ കർത്താവെ ഇപ്പോഴും നെഞ്ചത്ത് കൈപത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും കർത്താവെ നിന്റെ പരിശുദ്ധാത്മാ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇപ്പോഴും കർത്താവ് ഹൃദയത്തിലേക്ക് ആവശ്യിക്കണമേ. കർത്താവ് വേദനപ്പെടുന്ന ആൾക്കാരുണ്ട് ഈശോയെ. കർത്താവ് ജീവിത പങ്കാളികൾ പിരിഞ്ഞു പോകാൻ വേണ്ടി പോകുന്നുണ്ട് ഈശോയെ. കേസ് വരാൻ പോകുന്നുണ്ട് കർത്താവ്. വരാൻ പോകുന്ന വിഷയങ്ങൾ കർത്താവ് വരാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവ് കേസ് വരുമ്പോൾ, കേസിൻ്റെ കർത്താവ് വിധി പ്രസ്താവിക്കുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമായിരിക്കും പ്രതികൂലമായിരിക്കുമോ, അത് പ്രതികൂലമായിരിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വേദനിക്കുന്ന മക്കളുടെ കർത്താവ് ഈശോ അങ്ങയുടെ വചനത്തെ എഴുതിയുള്ള കർത്താവ് ലൂക്കാ 21:36 പ്രാർത്ഥിക്കുന്നു. സംഭവിക്കാൻ പോകുന്ന വിപത്തുകൾ ഓർത്ത് കർത്താവ് നിരാശപ്പെടാതെ കർത്താവ് സദാ പ്രാർത്ഥന നിരതരായിരിക്കും കർത്താവ്. ഈശോ ഫിലിപ്പിയർ 4:7 പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹൃദയത്തെ കർത്താവ് കാവലേർപ്പെടുത്താൻ വേണ്ടി കർത്താവ് നിന്റെ തിരുമുറുപാർന്ന് വരത് കർത്താവ് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേദന കൊണ്ട് പ്രാർത്ഥിക്കുന്ന രോഗം മാറാത്ത മക്കള് അതിന് ഹൃദയവേദന അനുഭവിക്കുന്ന മക്കള്, മരുന്നിന് പണം പോലും ഇല്ലാത്തവര്, ഏത് ആശുപത്രി കിടന്ന് കർത്താവ് ബില്ല് തീർക്കാൻ പറ്റാത്ത മക്കൾ കർത്താവ്, മക്കളില്ലാത്തവര് മാനസികമായ പീഡകളും വേട്ടയാടലും കർത്താവ് അനുഭവിക്കുന്ന കർത്താവ്. ഈശോ ഭവനം തകർന്നു പോയ കർത്താവ്, ഭവനം പണിയാൻ നിവൃത്തിയില്ലാത്ത കർത്താവ്, വഴിയില്ലാത്തൊരു വീടില്ലാത്ത കർത്താവ്, അതെല്ലാം അനുഭവിക്കുന്ന ആന്തരികമായ ഹൃദയാഘാതങ്ങൾ കർത്താവ്. ഈശോ ഓരോ മനുഷ്യരെ സംശയം കൊണ്ട് ധാരണ കൊണ്ട് കർത്താവ് ജീവിത കർത്താവ് പഠനത്തിൽ കർത്താവ് പരാജയം കൊണ്ട് കർത്താവ് മറ്റുള്ള മക്കളുടെ മുമ്പിൽ അപമാനിക്കുന്നതിന് ഹൃദയഭാരം അനുഭവിക്കുന്നവർ ആ ഹൃദയത്തെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമേ. യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം ആ ഹൃദയത്തെ സ്പർശിക്കട്ടെ, കഴുകട്ടെ. യേശുക്രിസ്തു വിശുദ്ധ രക്തം ഹൃദയത്തെ സ്പർശിക്കട്ടെ, കഴുകട്ടെ. യേശുക്രിസ്തു വിശുദ്ധ രക്തം ഹൃദയത്തെ സ്പർശിക്കട്ടെ, കഴുകട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരത്താൽ താങ്ങിയെന്നെ ഇരുരക്തത്താൽ കഴുകണമേ. ഇരുകരത്താൽ താങ്ങിയെന്നെ ഇരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതുപോലുള്ളൊരു അഭിഷേക അനുഭവത്തിൻ്റെ വചനമാണ് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 16-17 വായിക്കുന്നത്. അതായത് അവർ സർപ്പങ്ങളുടെ പിടിക്കും, മാരകമായി എന്ത് കഴിച്ചാലും അവർക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. പറയണ വാക്കെല്ലാം വളരെ മാരകമായ കാര്യമാണെങ്കിലും ഉപദ്രവം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് വചനത്തിൻ്റെ ഫലം, അഭിഷേകത്തിൻ്റെ ഫലം. അതാണ്. പല സംഭവങ്ങളൊക്കെ നടക്കാം, പക്ഷെ നമ്മളത് ബാധിക്കത്തില്ല. ഇത് നിസ്സാര കാര്യമല്ല. ലൂക്കാ 10:19 അതിനോട് ബന്ധപ്പെട്ട വചനങ്ങളുണ്ട്. എന്താ? സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല. ബാധിക്കത്തില്ല, ഉപദ്രവിക്കത്തില്ല എന്നൊക്കെ പറയണത് ഈ പ്രാർത്ഥനാ അനുഭവത്തിൻ്റെ ഒരു പ്രത്യേക തലമാണ്. വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. നമ്മുടെ വേദന എന്താണ്? നമ്മളത് ബാധിക്കും. നമ്മളത് എങ്ങനെ ബാധിക്കും? നമ്മളത് ബാധിക്കുമോ? മനുഷ്യൻ എപ്പോഴും ആശങ്കപ്പെടുന്നൊരു വിഷയമാണ് നമ്മളത് ബാധിക്കുമോ എന്നുള്ളത്. നമ്മളത് എങ്ങനെ ബാധിക്കും? അപ്പോൾ ബൈബിൾ നൽകുന്നൊരു ഉത്തരമാണ് ബാധിക്കത്തില്ല എന്നുള്ളത്. ഇപ്പോൾ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കാം, പക്ഷെ നമ്മളെ ബാധിക്കത്തില്ല. ഇതാണ് പ്രാർത്ഥനയുടെ അഭിഷേക തലത്തിൻ്റെ ഒരു പ്രത്യേക
പ്രത്യേകത. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്തെല്ലാം സംഭവിച്ചാലും അതിന്റെ ജീവിതത്തെയും ഹൃദയത്തെയും ബാധിക്കാത്ത പ്രത്യേക അഭിഷേകം നൽകണം. ശ്രുതികട ഹല്ലേലൂയ. നിന്റെ ഉന്നതമായ ശ്രുതികട മക്കളെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവേ, മർക്കോസിന് 16:7 പ്രാർത്ഥിക്കുന്നു കർത്താവേ, നിങ്ങൾ സർപ്പങ്ങളെ കയ്യിലെടുക്കും. കർത്താവ്, ശത്രുതയുള്ള മനുഷ്യരുണ്ട് കർത്താവേ, ആ ശത്രുതയുള്ള മനുഷ്യർ കാണിക്കുന്ന കള്ളക്കേസുകൾ, കുടില തന്ത്രങ്ങൾ, അവരുടെ എല്ലാ ചതിക്കുഴികളും, അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് കർത്താവേ, ശത്രു എന്തെല്ലാം ചെയ്യാൻ പോകുന്നു, ഏതെല്ലാം വിധത്തിൽ പാല വെക്കാൻ പോകുന്നു, ഏതെല്ലാം വിധത്തിൽ കേസ് കൊടുക്കാൻ പോകുന്നു, ഏതെല്ലാം വിധത്തിൽ കൊട്ടേഷൻ കൊടുക്കാൻ പോകുന്നു, ഒന്നും അറിയാൻ പാടില്ല കർത്താവേ. അതുകൊണ്ട് തന്നെയാണ് വചനം പറയണത്, നിങ്ങൾ ശത്രുക്കളുടെ മേൽ കൈകൾ വെക്കും കർത്താവേ. കർത്താവേ, മാരകമായി എന്ത് കഴിച്ചാലും നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാകത്തില്ല, നിങ്ങൾ സർപ്പങ്ങളെ പിടിക്കുന്നു കർത്താവേ. ഇതുപോലെ മാരകമായ വിഷയങ്ങൾ, വ്യക്തികൾ, സംഭവങ്ങൾ, അതെല്ലാം കയ്യിൽ കയറാതെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ, സർപ്പങ്ങളെ കൈകാര്യം ചെയ്യേണ്ട സമയങ്ങൾ, ശത്രുവിനെ കൈകാര്യം ചെയ്യേണ്ട സമയങ്ങൾ അപ്പൊക്കെ വരുമ്പോൾ കർത്താവേ, അതെല്ലാം കള്ളക്കേസുകൾ കൊണ്ടും പലതരത്തിലുള്ള തകർച്ചകൾ കൊണ്ടും പലതരത്തിലുള്ള ചതിപ്രയോഗങ്ങൾ കൊണ്ട് കർത്താവേ, ക്ഷുദ്രദോഷം കർത്താവേ, മക്കളെ കർത്താവ് അങ്ങയുടെ മക്കളെ കർത്താവേ വേദനിപ്പിക്കുമ്പോൾ കർത്താവേ, അതിനെല്ലാം അതിൻ്റെ ദംശനം ഏക്കാതെ കർത്താവേ, ഒന്നും നിങ്ങളെ ഉദ്ധരിപ്പിക്കത്തില്ല നല്ല ചെയ്ത 16 മർക്കോസ് 16:17 പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതുപോലെയുള്ള അഭിഷേകം ശത്രുക്കളുടെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും, സാത്താന്റെ കുതന്ത്രങ്ങളിൽ നിന്നുമുള്ള കർത്താവേ, അതിന് ഭവിക്കാൻ പറ്റാതെ പ്രതിരോധിക്കുന്ന ദൈവികമായ അനുഗ്രഹത്താൽ മക്കളെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ സുവിശേഷം 10:19 ഇതേ വചനം തന്നെയാണ്. ഇതാ ശത്രുക്കളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നുവെന്ന്. അഭിഷേകത്തിന് അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് അധികാരമെന്നാണ്. നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ദൈവം തന്നെ ഒരു അധികാരം കൊടുക്കും. എന്തിൻ്റെ മേലാണ്? ശത്രുക്കളുടെ മേൽ അധികാരം. സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം. ഈ അധികാരം കിട്ടുന്നതിന് വേണ്ടി ഹൃദയത്തിൽ അഭിഷേകം ചെയ്തുകൊണ്ട് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് ശ്രദ്ധിക്കുന്ന മക്കളെ, കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ കർത്താവേ, ലൂക്കാ 10:19 പ്രാർത്ഥിക്കുന്നു. സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്ന ചെയ്ത ആ അധികാരം കർത്താവ് ഇപ്പോഴും അങ്ങനെ നാമത്തിന് വചനാനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവ് അധികാരം കൊടുക്കണം കർത്താവ്. ശത്രുവിനെ കുറിച്ചുള്ള ഉത്കണ്ഠകള്, ആശങ്കകള്, പേടികള്, അത് കടലിനെ കുറിച്ചാകാം, രോഗങ്ങളെ കുറിച്ചാകാം, വ്യക്തികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചാകാം, എന്തിനെ കുറിച്ചാലും കർത്താവ് നാശങ്ങളെല്ലാം അതിജീവിക്കാനുള്ള ആന്തരികമായ അഭിഷേകത്തിന്റെ അധികാരത്താൽ നമ്മളെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിന്. സമാപന ആശീർവാദം സ്വീകരിക്കാം. മുട്ടയുന്നുകൊണ്ട് സമാപന ആശീർവാദം സ്വീകരിക്കാം. ഈ സമയത്ത് അങ്ങയുടെ മക്കള് ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴേ കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മൗനമായിട്ട് ആശീർവാദ സമയത്ത് ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആശീർവാദത്തിന് സമയത്ത് യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പ്രിയപ്പെട്ടവരെ, ഫെബ്രുവരി 15 മുതൽ ശക്തീകരണ അഭിഷേകത്തിൻ്റെ വലിയ ആത്മീയ വസന്തകാലം ആരംഭിക്കുകയാണ്. വലിയ നോയമ്പിനോടനുബന്ധിച്ചുകൊണ്ട് നമ്മൾ വലിയ നോയമ്പിന് കർത്താവിൻ്റെ വലിയ ശക്തി നമ്മുടെ വ്യക്തി ജീവിതത്തിലും സഭാജീവിതത്തിലും മനുഷ്യരാശിയുടെ അന്തർദേശീയ ജീവിത സാഹചര്യങ്ങളിലും ദൈവികമായ ശക്തിയുടെ ഇടപെടൽ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് 48 ദിവസത്തെ വേൾഡ് ഫാസ്റ്റിംഗ് ക്യാമ്പയിൻ ദ ഫാസ്റ്റ് ആൻഡ് ഫെസ്റ്റ് വിത്ത് ദ ലോഡ് എന്നുള്ള വലിയ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, വലിയ നോയമ്പ് നമ്മളെല്ലാവരും ഉപവസിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉപവസിക്കാൻ പറ്റിയ ഓരോ ദിവസങ്ങൾ തരികയാണ് അതിൻ്റെ വിഷയങ്ങളോട് കൂടി. അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് നോയമ്പ് തുടങ്ങുന്ന ഫെബ്രുവരി 15 അന്ന് ഉപവസിക്കേണ്ട സബ്ജക്റ്റുകൾ പരിശുദ്ധ പിതാവിന് വേണ്ടിയാണ് ഉപവസിക്കേണ്ടത്. അവന് ഫെബ്രുവരി 16 പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയാണ് ഉപവസിക്കേണ്ടത്. ഫെബ്രുവരി 17 രോഗികൾക്ക് വേണ്ടി. ഫെബ്രുവരി 18 വിശ്വാസവർദ്ധനവിന് വേണ്ടി. ഫെബ്രുവരി 19 സഭയിലെ കർദിനാൾമാർക്ക് വേണ്ടി. ഫെബ്രുവരി 20 ലോക മത സൗഹാർദ്ദത്തിന് വേണ്ടി. ഫെബ്രുവരി 21 ഭവനരഹിതർക്ക് വേണ്ടി, അവർക്ക് ഭവനം ലഭിക്കാൻ. ഫെബ്രുവരി 22 നിരാശയെ നിബന്ധിച്ച മക്കൾക്ക് പ്രത്യാശ ലഭിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഫെബ്രുവരി 23 പരിശുദ്ധ പിതാക്കന്മാർക്ക് വേണ്ടി. ഈ വചനങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ വിഷയം നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു വിഷയം തിരഞ്ഞെടുത്തിട്ട് കൃപാസനത്തിലേക്ക് നിങ്ങൾ വിളിക്കണം. ഞങ്ങൾ ഈ ദിവസമാണ് ഈ വിഷയത്തിന് വേണ്ടി ഈ ദിവസമാണ് ഉപവസിക്കാൻ പോകുന്നതെന്ന് പറയണം. ഈ ദിവസം ഈ വിഷയത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഉപവസിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഫെബ്രുവരി 24 ഭീകരപ്രവർത്തനങ്ങൾ അവസാനിക്കാൻ വേണ്ടിയാണ് ഉപവസിക്കുന്നത്. ഫെബ്രുവരി 24 തീയതി. ഫെബ്രുവരി 25 മക്കൾ ഇല്ലാത്തവർക്ക് വേണ്ടി, അവരുടെ മക്കളെ ലഭിക്കാൻ വേണ്ടി. ഫെബ്രുവരി 26 ദൈവസ്നേഹവർദ്ധനവിന് വേണ്ടി. ഫെബ്രുവരി 27 വൈദികർക്ക് വേണ്ടി. അപ്പോൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. അപ്പോൾ ഫെബ്രുവരി 27 അതിൻ്റെ ദിവസം. അപ്പം നിങ്ങൾ കൃപാസന നമ്പർ തരും. ആ നമ്പർ അനുസരിച്ചിട്ട് ആ നമ്പറിലേക്ക് വിളിക്കണം നിങ്ങൾ. പിന്നെ നമ്പറിപ്പോൾ പറയും. ഈ ദിവസമാണ് ഞങ്ങൾ ഉപവസിക്കണത് എന്ന് പറയുമ്പോൾ പ്രത്യേക ഉപവാസ പ്രാർത്ഥനയും ആ വിഷയത്തിന് വേണ്ടിയുള്ള പ്രത്യേക ഉപവാസ പ്രാർത്ഥന ഇവിടുന്ന് അയച്ചു തരും. ആ വിഷയത്തെ ബന്ധിയായിട്ടുള്ള പ്രത്യേക ഉപവാസ പ്രാർത്ഥന നിങ്ങൾക്ക് അയച്ചു തരും. പിന്നെ അന്ന് യൂട്യൂബിൽ നടക്കുന്ന ജപമാല, അതുപോലെ തന്നെ ദിവ്യകുർബാന, ജപമാല, ദിവ്യകുർബാന, അതുപോലെ തന്നെ ആ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണങ്ങൾ, അതെല്ലാം നോൻപിൻ്റെ പ്രത്യേക ശുശ്രൂഷയാണ്. ആ നോൻപിന് വേണ്ടിയുള്ള നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയാണ് തരുന്നത്. ഫെബ്രുവരി 28 ലോക നേതാക്കന്മാർക്ക് വേണ്ടി. മാർച്ച് 1 വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വേണ്ടി. മാർച്ച് 2 വ്യക്തി ജീവിതത്തിൽ എളിമയെന്ന പുണ്യം വർദ്ധിക്കാൻ വേണ്ടി.
കാര്യം ഉപവാസത്തിൻ്റെ തന്നെ പ്രഖ്യാപിത ലക്ഷ്യം വിനയപ്പെടുത്തലാണ്. അതനുസരിച്ച് ദൈവത്തിൻ്റെ ശക്തിയും കൃപയും ലഭിക്കുക. മാർച്ച് 3 ലിബിയ എന്ന രാജ്യത്തിന് വേണ്ടി, കാരണം ഒത്തിരി ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലമാണത്. മാർച്ച് 3 സിസ്റ്റേഴ്സിന് വേണ്ടി, അല്ല മാർച്ച് 30 ലിബിയയ്ക്ക് വേണ്ടി. മാർച്ച് 3 ബഹുമാന സിസ്റ്റേഴ്സിന് വേണ്ടി. മാർച്ച് 4 ദാരിദ്ര്യം പട്ടിണിയും മാറുന്നതിന് വേണ്ടി. മാർച്ച് 5 ജോലി ലഭിക്കാൻ വേണ്ടി. മാർച്ച് 6 കാരുണ്യം മനുഷ്യരെ പുലരുന്നതിന് വേണ്ടി. മാർച്ച് 7 ദൈവവിളിക്ക് വേണ്ടി. മാർച്ച് 8 ശാസ്ത്ര സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി. മാർച്ച് 9 വൃദ്ധർക്ക് വേണ്ടി. മാർച്ച് 10 വ്യക്തികൾ കൃപയിൽ വളരുന്നതിന് വേണ്ടി. മാർച്ച് 11 അതാത് ഇടവകയ്ക്ക് വേണ്ടി. മാർച്ച് 12 യുദ്ധങ്ങൾ മാറുന്നതിന് വേണ്ടി. മാർച്ച് 13 അനാഥർക്ക് വേണ്ടി. മാർച്ച് 14 ദേവഭക്തി വളരുന്നതിന് വേണ്ടി. മാർച്ച് 15 മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അഭിവൃദ്ധിപ്പെടാൻ. മാർച്ച് 16 ലോകസമാധാനത്തിന് വേണ്ടി. മാർച്ച് 17 മാതാപിതാക്കന്മാർക്ക് വേണ്ടി. മാർച്ച് 18 കുദാശ ജീവിതത്തിൽ ശക്തിപ്പെടാൻ വേണ്ടി. മാർച്ച് 19 അൽമയർക്ക് വേണ്ടി. മാർച്ച് 20 സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടി. മാർച്ച് 21 മക്കൾക്ക് വേണ്ടി. മാർച്ച് 22 പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി. മാർച്ച് 23 മറ്റു മതസ്ഥർക്ക് വേണ്ടി. മാർച്ച് 24 രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ആരോഗ്യപരമായ മത്സരം നല്ലതാണ്, അല്ലെങ്കിൽ നമ്മുടെ സമാധാനം മൊത്തം നഷ്ടപ്പെടും. മാർച്ച് 25 ഏകസ്ഥർക്ക് വേണ്ടി. മാർച്ച് 26 ദൈവമക്കൾക്ക് വേണ്ടി. മാർച്ച് 27 ഇനി എല്ലാം ഓരോ രാജ്യങ്ങളാണ്. ക്രൈസ്തവരും വിശ്വാസികളും പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളാണ്. മാർച്ച് 27 നോർത്ത് കൊറിയ. മാർച്ച് 28 അഫ്ഗാനിസ്ഥാന് വേണ്ടി. മാർച്ച് 29 സൊമാലിയയ്ക്ക് വേണ്ടി. മാർച്ച് 30 ലിബിയയ്ക്ക് വേണ്ടി. മാർച്ച് 31 പാകിസ്ഥാന് വേണ്ടി. ഏപ്രിൽ 1 എറിത്രിയയ്ക്ക് വേണ്ടി. ഏപ്രിൽ 2 സുഡാന് വേണ്ടി. ഏപ്രിൽ 3 യമന് വേണ്ടി. ഇതിനെല്ലാം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഒരു ഫാസ്റ്റ് ആൻഡ് ഫെസ്റ്റ് വേൾഡ് ക്യാമ്പയിനാണ്. വലിയ നോയൻപിന് എല്ലാവരും ഉപവസിക്കുന്നതാണ്. ആ ഉപവസിക്കുമ്പോൾ അവർക്ക് പ്രത്യേക ഉപവസിക്കാൻ വേണ്ടിയുള്ള സബ്ജക്റ്റും ഉപവസിക്കാൻ വേണ്ടിയുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ എടുത്ത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഉപവസിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ ഒരു പക്ഷേ ഒരു 10,000 പേര് ഒരു ദിവസം ഉണ്ടാകും ഉപവസിക്കാൻ വേണ്ടി. ആ ഒരു വലിയ ഉപവാസം കൊണ്ട് തന്നെ ലോകത്തിന് ഒത്തിരിയേറെ മാറ്റം ഉണ്ടാകും. ലോകത്തിൽ ബൈബിൾ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാം പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ടാണ്. അതുകൊണ്ട് ഈ നോൻപ് അർത്ഥവത്തായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഈ ദിവസങ്ങൾ യൂട്യൂബിലുണ്ട്, അതിൻ്റെ ചാർട്ടും കിടക്കുന്നുണ്ട്. ഇപ്പോഴീ അനൗൺസ്മെൻറ്റ് വീണ്ടും ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. അപ്പോഴേ ഏറ്റവും പ്രധാനപ്പെട്ട 98 47 48 15 87 നമ്പർ. ഈ നമ്പറിലാണ് നിങ്ങളുടെ ഉപവാസ ദിവസം നിശ്ചയിച്ചിട്ട്, വിഷയം നിശ്ചയിച്ചിട്ട് ഞങ്ങളെ അറിയിക്കേണ്ടത്. അപ്പോൾ ആ നമ്പറിലേക്ക്, നിങ്ങളുടെ നമ്പറിലേക്ക് ആ ദിവസം ഉപവസിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മിഷൻ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങൾ നിർവീര്യമാകാൻ വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന നിങ്ങൾക്ക് അയച്ചു തരും. ഇപ്പോൾ ഒരു പീഡിത ക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആ ദിവസം ചെല്ലാനുള്ള പ്രാർത്ഥന ആ ദിവസം നിങ്ങൾക്ക് അയച്ചു തരും. ഇപ്പോൾ ഏത് വിഷയമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ മക്കളില്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഉപവസിക്കുന്ന ദിവസമാണെങ്കിൽ ആ മക്കൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള ഉപവസിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന ഞങ്ങൾ അയച്ചു തരും. അതുകൊണ്ടാണ് ഞങ്ങളെ വിളിക്കാൻ പറയണത്. പ്രോഗ്രാം യൂട്യൂബിൽ കിട്ടും. നിങ്ങൾക്ക് ശുശ്രൂഷ, നിങ്ങൾക്ക് അന്നത്തെ കുർബാനയും എല്ലാ വിഷയത്തെ അനുബന്ധിച്ചായിരിക്കും. അന്നത്തെ കുർബാനയും അന്നത്തെ ജപമാലയും എല്ലാം 11:30 മണിക്ക് തുടങ്ങിയിട്ട് 2 മണിക്കാണ് അവസാനിക്കണം. ലഞ്ച് സമയത്ത്, ഉപവാസ സമയത്ത് നമ്മൾ പ്രാർത്ഥനയിലായിരിക്കും. പക്ഷേ ആ ദിവസം ചെല്ലാനുള്ള പ്രത്യേക പ്രാർത്ഥനയുണ്ട്, ആ വിഷയബന്ധിയായ പ്രാർത്ഥന. അത് ഞങ്ങൾ അതാ ദിവസം തലേ ദിവസം ഞങ്ങൾ അയച്ചു തരും. ഇപ്പം നാളെയാണ് ഉപവാസ ദിവസം. നാളെ നല്ല പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ഉപവാസമാണ് നാളെയെങ്കിൽ അതിൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് ആ പ്രാർത്ഥന അയച്ചു തരും. പ്രകൃതി സംരക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അയച്ചു തരും. അപ്പോൾ പ്രാർത്ഥന അയച്ചു തരാൻ വേണ്ടിയാണ് നിങ്ങൾ കൃപാസനത്തോട് വിളിക്കാൻ പറയണത്. ആ നമ്പർ ഇതാണ് 18. അതാത് ഉപവാസ വിഷയത്തിൻ്റെ
അതിനനുബന്ധപ്പെട്ട പ്രാർത്ഥനകളാണ് നിങ്ങൾ ആ ദിവസം പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥനയ്ക്ക് ഭാഷത്തിൽ നിന്ന് വിഷയബന്ധിയായിട്ട് അയച്ചു തരും. ആ നമ്പറാണ് 98 47 48 15 87. ഈ പ്രാർത്ഥനയിലേക്ക്, ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ